നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിനവുമായിട്ടും സ്വതന്ത്ര സമരങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 78ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തീം എന്താണ്? 78ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തീം വിക്ഷിത് ഭാരത്. വിക്ഷിത് ഭാരത് ആണ് 78ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം. എന്താണ് വിക്ഷിത് ഭാരത്? 2047 രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന സർക്കാരിന്റെ ലക്ഷ്യമാണ്. ഇന്ത്യ എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. അതിന്റെ 1ാം വാർഷികം 1948 ഓഗസ്റ്റ് 15 ആചരിച്ചു. ഈ വർഷം 2024 ഓഗസ്റ്റ് 15 നമ്മൾ 78ാമത് സ്വാതന്ത്ര്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതിൻ്റെ തീമാണ് വിക്ഷിത് ഭാരത്. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857. 1857 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. താഴെ പറയുന്നവരിൽ ആരാണ് തീവ്രവാദ നേതാക്കൾ? മുകളിൽ പറഞ്ഞ 3 പേരും തീവ്രവാദ നേതാക്കളാണ്. ലാലാ ലജ്പത് റായി, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, അരബിന്ദ ഘോഷ് എന്നിവരായിരുന്നു തീവ്രവാദി നേതാക്കൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എപ്പോഴാണ്? 1608. 1608 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയത് 1608 ഓഗസ്റ്റ് 24 സൂറത്ത് തുറമുഖം വഴിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഫാക്ടറികൾ സ്ഥാപിക്കാനുമാണ് അവർ ആദ്യം വന്നത്. എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസിദ്ധമായ ഉദ്ധരണി നൽകിയിരുന്നത് ആരാണ്? എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. PT ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസിദ്ധമായ ഉദ്ധരണി നൽകിയത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിധിയുമായി ഒരു ശ്രമം നടത്തി. ഇപ്പോൾ നമ്മുടെ പ്രതിജ്ഞ വീണ്ടെടുക്കേണ്ട സമയം വന്നിരിക്കുന്നു. ലോകം ഉറങ്ങുന്ന അർദ്ധരാത്രിയുടെ സമയത്ത് ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും. ഇത് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു? 200 വർഷം. ഇന്ത്യ 200 വർഷത്തോളം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് 1600 പറഞ്ഞിരുന്നു. അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അതിനുശേഷം അവർ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ അവരുടെ നിയന്ത്രണം വിപുലീകരിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ബ്രിട്ടീഷുകാർ ഇത് തുടർന്നു. അങ്ങനെ 200 വർഷത്തോളമാണ് അവർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ താഴെ പറയുന്നവരിൽ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. 1945-55 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. സൈഫുദ്ദീൻ കിച്ലേവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ആളുകൾ ഒത്തുകൂടുകയും അവർക്ക് നേരെ ബ്രിട്ടീഷുകാർ നിറയൊഴിക്കുകയും കൂട്ടക്കൊല നടക്കുകയും ചെയ്തു. താഴെ പറയുന്നവരിൽ ആരാണ് 1948 ജൂൺ വരെ ഇന്ത്യയിലെ ന്യൂ ഡൊമിനിയൻസിന്റെ ആദ്യ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെയാണ് 1948 ജൂൺ വരെ ഇന്ത്യയിലെ ന്യൂ ഡൊമിനിയൻസിന്റെ ആദ്യ ഗവർണർ ജനറലായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെങ്കോട്ട, പഴയ ഡൽഹി. പഴയ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായപ്പോൾ
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയിലെ ലാഹോരി ഗേറ്റിന് മുകളിൽ പതാക ഉയർത്തി. അന്ന് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ പഴയ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു. താഴെ പറയുന്നതിൽ പൊരുത്തപ്പെടാത്തവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ സി, കേഡ സത്യാഗ്രഹമാണ് പൊരുത്തമില്ലാത്തത്. ഖേദ സത്യാഗ്രഹം നടന്നത് 1917 ബാക്കിയുള്ളവ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918. റൗലറ്റ് ആക്ട് സത്യാഗ്രഹം നടന്നത് 1919. ഒന്നും കൂടി പറയാം. ചമ്പാരൻ സത്യാഗ്രഹം 1917, ഖേദ സത്യാഗ്രഹം 1917, അഹമ്മദാബാദ് മിൽ സമരം 1918, റൗലറ്റ് ആക്ട് സത്യാഗ്രഹം 1919. 1907 സൂറത്തിൽ തപ്തി നദിയുടെ തീരത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഫിറോസ് ഷാ മെഹ്ത്ത. ഫിറോസ് ഷാ മെഹ്ത്തയാണ് 1907 സൂറത്തിൽ തപ്തി നദിയുടെ തീരത്ത് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. തീവ്ര മിതവാദി നേതാക്കൾ ഒരുമിച്ച കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? ലക്നൗ. കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് തീവ്ര മിതവാദി നേതാക്കൾ ഒരുമിച്ചത്. 1916 ഈ സമ്മേളനം നടന്നിരുന്നത്. സമ്മേളനത്തിൽ അംബിക ചരൺ മജുംദാർ മിതവാദി നേതാവ് അധ്യക്ഷനായിരുന്നു. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് താഴെ പറയുന്നവയിൽ ചെങ്കോട്ടയുടെ ഏത് കവാടത്തിലാണ്? നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, ലാഹോറി ഗേറ്റ്. ചെങ്കോട്ടയുടെ ലാഹോറി ഗേറ്റിൽ വെച്ചിട്ടാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ദേശീയ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തിയത്. അതിന്നും തുടർന്നു വരുന്നു. ഇനി പറയുന്ന ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്? ലാഹോർ സെക്ഷൻ 1929. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക്കിലേക്ക് കടക്കുന്നതുവരെ താഴെ പറയുന്നവരിൽ ആരാണ് രാഷ്ട്രത്തലവനായി നിലനിന്നത്? ജോർജ് ആറാമൻ രാജാവ്. ഇന്ത്യ ഒരു സമ്പൂർണ്ണ റിപ്പബ്ലിക്കിലേക്ക് കടക്കുന്നതുവരെ ജോർജ് ആറാമൻ രാജാവായിരുന്നു രാഷ്ട്രത്തലവനായി നിലനിന്നത്. ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ ശേഷം 1950 ജനുവരി 26 സമ്പൂർണ്ണ റിപ്പബ്ലിക്കായി മാറുന്നതുവരെ കിങ് ജോർജ് ആറാമനെയായിരുന്നു രാഷ്ട്രത്തലവനായിട്ട് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാണ് ഇന്ത്യ സമ്പൂർണ്ണ റിപ്പബ്ലിക്കായിട്ട് മാറിയത്? 1950 ജനുവരി 26. അതുവരെ ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഇംഗ്ലണ്ടിന്റെ രാജാവായിരുന്ന കിങ് ജോർജ് ആറാമനായിരുന്നു. താഴെ പറയുന്നവരിൽ ആരാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഷെഹനായി കളിച്ചത്? ബിസ്മില്ല ഖാൻ. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ബിസ്മില്ല ഖാൻ ഷെഹനായി കളിച്ചു. തന്റെ സംഗീതോപകരണമായ ഷെഹനായി ഉപയോഗിച്ച് രാജ്യത്തെ അഭിവാദ്യം ചെയ്ത ആദ്യ ഇന്ത്യക്കാരനാണ് ബിസ്മില്ല ഖാൻ. താഴെ പറയുന്നവരിൽ ആരാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാത്തത്? മഹാത്മാഗാന്ധി. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഔദ്യോഗിക പരിപാടിയിൽ മഹാത്മാഗാന്ധി പങ്കെടുത്തിരുന്നില്ല. പകരം കലാപ സമയത്ത് സമാധാനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൽക്കത്തയിൽ 24 മണിക്കൂർ ഉപവാസം ആചരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1952. ഇന്ത്യയിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1952. 1951 ഒക്ടോബർ 25 1952 ഫെബ്രുവരി 21 ഇടയിലാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ലോക്സഭയിലേക്കുള്ള ആദ്യ തെരഞ്ഞെടുപ്പുകളായിരുന്നു ഇവ.
ലോകസഭയുടെ ആദ്യ സമ്മേളനം 1952 മെയ് 13 ആരംഭിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു, ജോർജ് ആറാമൻ ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് രാജാവായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറുന്നത് വരെ രാഷ്ട്രത്തലവനായിട്ട് നിലനിന്നിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ താഴെ പറയുന്ന പാർട്ടികളിൽ ഏതാണ് UK-യിൽ അധികാരത്തിലുണ്ടായിരുന്നത്? ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ലേബർ പാർട്ടിയായിരുന്നു UK-യിൽ അധികാരത്തിലുണ്ടായിരുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി. അത് സോഷ്യൽ ഡെമോക്രാറ്റുകൾ, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ, ട്രേഡ് യൂണിയനിസ്റ്റുകൾ എന്നിവരുടെ സഖ്യമായി വിശേഷിക്കപ്പെടുന്നു. ഒന്നും കൂടി പറയാം, UK-യിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ലേബർ പാർട്ടിയായിരുന്നു UK-യിൽ അധികാരത്തിലുണ്ടായിരുന്നത്. ലേബർ പാർട്ടി എന്നാൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റുകൾ, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾ, ട്രേഡ് യൂണിയനിസ്റ്റുകൾ എന്നിവരുടെ സഖ്യമായിട്ട് വിശേഷിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ ആണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. പിംഗലി വെങ്കയ്യ ഏത് നാട്ടുകാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്. ദേശീയ പതാകയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദേശീയ പതാക ദീർഘചതുരാകൃതിയിലായിരിക്കണം. പതാകയുടെ നീളത്തിന്റെയും ഉയരത്തിന്റെയും വീതി അനുപാതം 3:2 ആയിരിക്കണം. ഇന്ത്യയുടേത് ത്രിവർണ പതാകയാണ്. കുങ്കുമം, വെള്ള, പച്ച എന്നിവയാണ് അവ. ഇന്ത്യൻ പതാകയുടെ നടുക്കായിട്ട് അശോക ചക്രം ഉണ്ട്. 24 അരക്കാലുകളാണ് അശോക ചക്രയ്ക്കുള്ളത്. നേവി ബ്ലൂ നിറമാണ് അശോക ചക്രയ്ക്ക് കൊടുത്തിട്ടുള്ളത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ ഡാഷ് എന്നതിന്റെ അടിസ്ഥാനമായി. രാജ്യത്തിന്റെ വിഭജനം. മൗണ്ട് ബാറ്റൻ പ്ലാൻ രാജ്യത്തിന്റെ വിഭജനം എന്നതിന്റെ അടിസ്ഥാനമായി. എന്തുകൊണ്ടെന്നാൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജന തത്വം ഉൾപ്പെടുന്നു. അത് ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷുകാരൻ ജോൺ മിൽഡൺ ഹാൾ. ജോൺ മിൽഡൺ ഹാൾ ആണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷുകാരൻ. ഇദ്ദേഹം 1599 കരമാർഗമെത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി മന്ത്രിയായി സ്വയം അവതരിച്ചു. കരയിലൂടെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ ബ്രിട്ടീഷ് സഞ്ചാരികളിൽ ഒരാളായിരുന്നു ജോൺ മിൽഡൺ ഹാൾ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. എന്നാലും ആദ്യമായിട്ട് പാടിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1896 പാടിയത്. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ഇത് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് വന്ദേ മാതരത്തെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാണ് വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്? 1950 ജനുവരി 24 ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 12. 1930 മാർച്ച് 12 ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. മഹാത്മാഗാന്ധിയാണ് ദണ്ഡി മാർച്ചിന് നേതൃത്വം നൽകിയത്. സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്ത് തീരത്തെ ഗ്രാമമായ ദണ്ഡിയിലേക്ക് ദണ്ഡി മാർച്ച് ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യയിലെ ജനങ്ങളുടെയും പിന്തുണയോടെ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ഈ മാർച്ച്. ബ്രിട്ടീഷ് നിയമങ്ങളെ സമാധാനപരമായി ധിക്കരിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏത് സംഭവത്തെ പ്രതിഷേധിക്കാനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്? ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിനായി 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. എന്നാണ് 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിക്കുന്നതിനായിട്ടാണ് ഇത് ആരംഭിച്ചത്. ഈ പ്രതിഷേധത്തിലൂടെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ചു.
സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ്? ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവാണ് ബാലഗംഗാധര തിലകൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ആചാര്യ JB കൃപാലിനി. ആചാര്യ JB കൃപാലിനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ്.